കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കൂട്ടക്കൊലപാതകം, അതും കേരളത്തിലെ തന്നെ ഏറ്റവും സുരക്ഷയുള്ള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിനോട് ചേർന്നുള്ള പരിസരത്ത്. സ്വന്തം അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ഉൾപ്പെടെ 4 പേരെ സ്വന്തം മുറിയിൽ വെച്ച് മഴ ഉപയോഗിച്ച് വെട്ടി നുറുക്കി കത്തിച്ച കേതൽ ജിൻസൺ രാജ. ഈ കൊലപാതകം മലയാളി പെട്ടെന്നങ്ങ് മറക്കാൻ വഴിയില്ല. 7 വർഷങ്ങൾക്ക് മുന്നേ നടന്ന തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലപാതകത്തെക്കുറിച്ചാണ് ബിയോണ്ട് ദി ചാപ്റ്റർ ഇന്ന് പറയുന്നത്. Beyond the chapter. ക്രിസ്ത്യൻ കോളേജിലെ പ്രൊഫസറായ രാജാത്തങ്കം മാർത്താണ്ഡവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പേരുകേട്ട ഡോക്ടർ ജീൻ പത്മയും അവരുടെ മക്കളായ കരോളിൻ, കേതലും പിന്നെ ബന്ധുവായ ലളിത എന്ന സ്ത്രീയുമായിരുന്നു ഹൈ സെക്യൂരിറ്റി ഏരിയയായ തിരുവനന്തപുരം ക്ലിഫ് ഹൗസിനോട് ചേർന്നുള്ള ആ വീട്ടിൽ താമസിച്ചിരുന്നത്. വിദ്യാസമ്പന്നരും സാമ്പത്തിക അടിത്തറ ഉള്ളവരുമായ ഇവർ 2 മക്കളും മികച്ച വിദ്യാഭ്യാസമുള്ളവർ ആയിരിക്കണം എന്നാഗ്രഹിച്ചിരുന്നു. പഠനത്തിൽ താല്പര്യമുള്ള മകൾ കരോളിനെ ചൈനയിൽ അയച്ച് MBBS പഠനം പൂർത്തിയാക്കി. എന്നാൽ കേതലാകട്ടെ ചെറുപ്പം മുതൽ തന്നെ തികച്ചും വ്യത്യസ്ത സ്വഭാവം പുലർത്തുകയും പഠനകാര്യത്തിൽ താല്പര്യക്കുറവും മറ്റുള്ളവരുമായി അടുത്തിടപഴകാൻ വിമുഖതയുള്ളയാളുമായിരുന്നു. ആ കാരണം കൊണ്ട് തന്നെ ചെറുപ്പം മുതൽ തന്നെ വീട്ടിൽ നിന്ന് വഴക്കും അവഗണനയും നേരിട്ടുകൊണ്ടേയിരുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ കരോളിനെപ്പറ്റി വാതോരാതെ പുകഴ്ത്തുകയും കേതലിനെക്കുറിച്ച് വളരെ മോശമായി പറയുകയും പതിവായിരുന്നു ആ വീട്ടിൽ. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ കേതൽ ജിൻസൺ അധികം ആരോടും സംസാരിക്കാതെയും സൗഹൃദങ്ങളില്ലാതെയും തനിച്ചായിരുന്നു കൂടുതൽ സമയവും. +2 പഠനത്തിന് ശേഷം സഹോദരിയെപ്പോലെ തന്നെ MBBS പഠനത്തിനായി ജിൻസനെ അവർ ഫിലിപ്പൈൻസിലേക്ക് അയച്ചു. എന്നാൽ അവിടെ ചെന്ന് ഏതാനും നാളുകൾക്ക് ശേഷം പഠനം ഉപേക്ഷിച്ച് അയാൾ നാട്ടിലേക്ക് തിരിച്ചു വന്നു. അതോടുകൂടി അവനോടുള്ള ഉപദേശവും വഴക്കും മറ്റുള്ളവരുമായുള്ള താരതമ്യപ്പെടുത്തലുകളുമൊക്കെ കൂടിക്കൂടി വന്നു. മകനെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്ന ചിന്തയിലായിരുന്നു മാതാപിതാക്കൾ. പിന്നീട് ജിൻസൻ്റെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് താല്പര്യം തിരിച്ചറിഞ്ഞ് അവനെ ഓസ്ട്രേലിയയിലേക്ക് പഠനത്തിനയക്കുന്നു. അവിടെയും ജിൻസണ് തൻ്റെ പഠനം പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല. കമ്പ്യൂട്ടർ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ജിൻസൺ തിരിച്ച് നാട്ടിലെത്തുന്നു. അതോടെ വീട്ടിൽ ജിൻസൺ പൂർണ്ണമായും മിണ്ടാതെയായി. റൂം വിട്ട് പുറത്തിറങ്ങുന്നതും പരിമിതമായി. മുഴുവൻ സമയവും വിവിധതരം ഗെയിമുകൾ കാണുകയായിരുന്നു പണി. ആ ഗെയിമുകളിലെല്ലാം ചോരയും കൊലപാതകവുമായിരുന്നു ഉള്ളടക്കം. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം തൻ്റെ അമ്മയെ മുകളിലത്തെ നിലയിലുള്ള മുറിയിലേക്ക് താൻ നിർമ്മിച്ച ഗെയിം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുവരുന്നത്. മകൻ നിർമ്മിച്ച ഗെയിം കാണാൻ അതിരറ്റ സന്തോഷത്തോടെ എത്തിയ ആ അമ്മയെ മകൻ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുത്തി. ഗെയിം കാണാൻ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിലേക്ക് നോക്കിയിരിക്കുന്ന അമ്മയുടെ കഴുത്തിനെ ലക്ഷ്യമാക്കി കരുതി വെച്ച കോടാലിയെടുത്ത് അവൻ ആഞ്ഞു വെട്ടി. മരണവെപ്രാളത്തിൽ താൻ നൊന്തു പ്രസവിച്ച ആ മകൻ്റെ മുഖവും മകൻ തനിക്ക് കരുതി വെച്ച ആ മഴുവും കണ്ണടയുന്നതിന് മുന്നേ അവർ കണ്ടിരിക്കണം. എത്ര പൈശാചികമാണല്ലേ! അത്രത്തോളം പക അവൻ്റെ അമ്മയോടുണ്ടായിരുന്നിരിക്കണം എന്ന് വേണം കരുതാൻ. തുടർന്ന് ശവശരീരം ബാത്റൂമിലേക്ക് വലിച്ചിഴച്ചു. മുറി മുഴുവൻ തുടച്ചു വൃത്തിയാക്കുകയും ചെയ്തു. പിന്നീട് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ താഴെ ഇറങ്ങിച്ചെന്ന് സഹോദരിയുടെയും അച്ഛൻ്റെയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അതിനുശേഷം ഇതേ കാരണം പറഞ്ഞ്, അതായത് താനുണ്ടാക്കിയ ഒരു ഗെയിം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവൻ്റെ അച്ഛനെ റൂമിലേക്ക് വിളിക്കുന്നു. മകനൊരു കൊലപാതകയായതറിയാതെ, മകൻ്റെ അടുത്ത ഇര താനാണെന്നറിയാതെ ആ പിതാവ് മകനൊപ്പം അവൻ്റെ റൂമിലേക്ക് കയറി ചൊല്ലുന്നു. അവൻ അച്ഛനെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരുത്തുന്നു. പുറകോട്ട് മാറി പെട്ടെന്ന് അവിടെ ഒളിപ്പിച്ചു വെച്ച കോടാലിയെടുത്ത് അച്ഛൻ്റെ തലയിൽ ആഞ്ഞു വെട്ടുന്നു. കുതറി മാറാൻ ശ്രമിച്ച അച്ഛനെ അയാൾ ആഞ്ഞു വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. എന്നിട്ട് അമ്മയെ ചെയ്തതുപോലെ തന്നെ ബാത്റൂമിൽ കൊണ്ടിട്ട് കഥ കടയ്ക്കുന്നു. റൂമെല്ലാം വൃത്തിയാക്കിയ ശേഷം 3ാമത്തെ കൊലപാതകത്തിന് തയ്യാറെടുക്കുന്നു. മുറിയിലേക്ക് വിളിക്കുന്നതിനുള്ള കാരണം ഇതിൽ കുറച്ച് വ്യത്യസ്തമായിരുന്നു. ഓസ്ട്രേലിയയിലുള്ള തൻ്റെ ഫ്രണ്ടിന് ഒന്ന് സംസാരിക്കണമെന്നായിരുന്നു കേതൽ കരോളിനോട് പറഞ്ഞത്. അങ്ങനെ റൂമിൽ വിളിച്ചു വരുത്തി പഴയതുപോലെ
കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുത്തി കോടാലി ഉപയോഗിച്ച് വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു സഹോദരിയെ. പിന്നീട് അവളെയും ബാത്റൂമിലാക്കിയിട്ട് റൂമെല്ലാം വൃത്തിയാക്കി. അടുത്ത ഇര അവരുടെ ബന്ധു ലളിത എന്ന 69-കാരിയായിരുന്നു. അമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ലളിതയെ റൂമിലെത്തിച്ചു. ശേഷം കണ്ണുപോലും നന്നായി കാണാൻ കഴിയാത്ത അവരെ നിഷ്കരുണം വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അവരുടെ മൃതദേഹവും അവൻ ബാത്റൂമിൽ സൂക്ഷിച്ചു വയ്ക്കുകയാണ്. അതിനുശേഷം ഒന്നും സംഭവിക്കാത്തതുപോലെ ആ മുറിയിലിരിക്കുകയും ഭക്ഷണം കഴിക്കുകയും കിടന്നുറങ്ങുകയും ചെയ്യുന്നു. പിറ്റേന്ന് ഒരു ഓട്ടോ പിടിച്ച് പെട്രോൾ പമ്പിൽ പോയി 2 ക്യാനിലായി പെട്രോൾ വാങ്ങിക്കൊണ്ടുവരുന്നു. അതിനുശേഷം മൃതദേഹം കത്തിക്കാൻ ആരംഭിച്ചു. കൂടാതെ എല്ലാവരും വീട്ടിലുണ്ട് എന്ന് നാട്ടുകാരെ അറിയിക്കാൻ അടുത്തുള്ള കടയിൽ പോയി എല്ലാവർക്കും ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരുന്നുമുണ്ട്. തുടർന്ന് പേപ്പറും മറ്റ് മൃതദേഹത്തിൻ്റെ ഭാഗവും ചേർത്ത് 5ാമതൊരു ഡെഡ് ബോഡി കൂടി ഉണ്ടാക്കുന്നു. അതും കൂട്ടിച്ചേർത്താണ് കത്തിക്കുന്നത്. അങ്ങനെ തീയിട്ട് കേതൽ ജെൻസൺ അവിടെ നിന്നും രക്ഷപ്പെടുകയാണ്. 2017 ഏപ്രിൽ മാസം 9-ാം തീയതി ഈ വീട്ടിൽ നിന്നും ഭയങ്കരമായി തീയും പുകയും ഉയർന്നപ്പോഴാണ് ജനങ്ങൾ ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരം അറിയിക്കുന്നത്. തുടർന്ന് അകത്ത് കയറിയ പോലീസും നാട്ടുകാരും ഞെട്ടിത്തരിച്ചുപോയി. കത്തിക്കരിഞ്ഞ നിലയിലുള്ള 3 മൃതദേഹങ്ങളും പ്ലാസ്റ്റിക് കവറിൽ കെട്ടിവെച്ച നിലയിൽ ഒരു മൃതദേഹവും തൊട്ടടുത്തായി മറ്റൊരു മൃതദേഹവും. ഒറ്റ നോട്ടത്തിൽ മനസ്സിലായത് ആരോ ഈ വീട്ടിൽ താമസിച്ചിരുന്ന 5 പേരെ വളരെ മൃഗീയമായി കൊലപ്പെടുത്തി പെട്രോൾ ഒഴിച്ച് കത്തിച്ചിരിക്കുന്നു എന്നാണ്. ആര് കൊലപ്പെടുത്തിയെന്ന് തുടക്കത്തിൽ ഒരു വിവരവുമില്ലായിരുന്നു. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസിന് മകൻ കേതലാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലാകും. കാരണം 5ാമതായി കണ്ട ഡെഡ് ബോഡി പേപ്പറുകളും മറ്റു മൃതദേഹങ്ങളിൽ നിന്നെടുത്ത മാംസക്കഷണങ്ങളും ഉപയോഗിച്ച് കൃത്രിമമായി ഉണ്ടാക്കിയതാണ് എന്ന് മനസ്സിലാകുന്നു. പ്രതി രക്ഷപ്പെടാതിരിക്കാൻ പെട്ടെന്ന് തന്നെ അന്വേഷണം ആരംഭിച്ചെങ്കിലും കേതൽ ജിൻസൺ രാജ ചെന്നൈയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് കേതൽ ജിൻസന് വേണ്ടിയുള്ള പോലീസിൻ്റെ അന്വേഷണമായിരുന്നു. ജിൻസൺ എവിടെ പോയി? ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? കുടുംബത്തെ ഒന്നാകെ കൊലപ്പെടുത്താനുള്ള പ്രേരണ എന്താണ്? പോലീസ് തല പുകഞ്ഞാലോചിച്ചു. ഇതിനിടെ ദിവസങ്ങൾ 2 കടന്നുപോയി. ജിൻസൺ അപ്പോഴും കാണാമറയത്ത് തന്നെ. അന്വേഷണം നടക്കുമ്പോൾ തന്നെ ചെന്നൈയിലേക്ക് രക്ഷപ്പെട്ട ജിൻസൺ 2 ദിവസത്തിന് ശേഷം, അതായത് 11-ാം തീയതി തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങുകയാണ്. സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും ജിൻസണിന് വേണ്ടി കേരള പോലീസ് വലവിരിച്ചിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതും പോലീസ് ജിൻസനെ പിടിക്കുകയായിരുന്നു. ആദ്യ ചോദ്യം ചെയ്യലിൽ തന്നെ താനാണ് ഈ 4 കൊലപാതകങ്ങളും ചെയ്തത് എന്ന് ജിൻസൺ സമ്മതിക്കുന്നു. പക്ഷേ കൊലപാതകം നടത്താനുള്ള കേതൽ ജിൻസന്റെ കാരണം കേട്ട് പോലീസുകാർ ഞെട്ടിപ്പോയി. ആസ്ട്രൽ പ്രൊജക്ഷനിലൂടെ താൻ അവരെ സ്വർഗത്തിലെത്തിക്കുകയായിരുന്നു എന്ന് ഒരു കൂസലുമില്ലാതെ അവൻ പറയുന്നു. കേതൽ പറയുന്ന ആസ്ട്രൽ പ്രൊജക്ഷനെക്കുറിച്ച് പോലീസിന് അത്ര അറിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നീട് മനഃശാസ്ത്രജ്ഞരുടെ അടക്കം സഹായം തേടിയാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയതാവട്ടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ. അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരിയുടെയും ശരീരത്തിൽ നിന്ന് അവരുടെ ആത്മാവിനെ മോചിപ്പിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും ആത്മാക്കളുമായി സംസാരിക്കാനാണ് ചെന്നൈയിൽ നിന്ന് ഇപ്പോൾ വീട്ടിലേക്ക് വന്നതെന്നുമാണ് കേതൽ പോലീസിന് നൽകിയ ആദ്യ മൊഴി. ഓസ്ട്രേലിയയിൽ പോയി ഇൻ്റർനെറ്റ് സാങ്കേതിക വിദ്യ പഠിച്ച കേതലിൻ്റെ ശ്രദ്ധ മുഴുവനും സാത്താൻ സേവയും ശരീരത്തിൽ നിന്നും ആത്മാവിനെ മോചിപ്പിക്കുന്ന ആസ്ട്രൽ പ്രൊജക്ഷൻ പോലുള്ള കൺസെപ്റ്റുകളെയും ചുറ്റിപ്പറ്റിയായിരുന്നു. 15 വർഷമായി പഠിക്കുന്നുണ്ടെന്നും കേതൽ പോലീസിനോട് പറഞ്ഞു. പഠനം ഉപേക്ഷിച്ച് വിദേശത്തു നിന്ന് വന്ന കേതൽ എപ്പോഴും ഒരു കമ്പ്യൂട്ടറിന് മുന്നിലായിരുന്നു. ശരീരത്തിൽ നിന്നും മനസ്സിനെ മറ്റൊരു മായിക ലോകത്തെത്തിക്കുക എന്നതാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ കൊണ്ട് ഇത്തരക്കാർ ഉദ്ദേശിക്കുന്നത്. പൂർണ്ണബോധത്തോടെ ആസ്ട്രൽ ബോഡിയെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തുന്നതിനെയാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ വിജയിച്ചാൽ വ്യക്തികളുടെ സൂക്ഷ്മ ശരീരത്തെ തൊടാനാകുമെന്നും നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത് കാണാൻ കഴിയും എന്നുമാണ് ഇവരുടെ വിശ്വാസം. കൂടാതെ ഇത് നടത്തിയ വ്യക്തിക്ക് അസാമാന്യമായ മാനസിക ബലവും ഊർജവും കിട്ടുമെന്നും ഈ കൂട്ടർ പറയുന്നു.
മനഃശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ഇതൊരു അന്ധവിശ്വാസം മാത്രമാണെന്നും ഇത്തരം കാര്യങ്ങൾ മതിഭ്രമം വരെ ഉണ്ടാക്കിയേക്കാം എന്നുമാണ് മുന്നറിയിപ്പ്. ചോദ്യം ചെയ്യലുകൾ കൂടി വന്നപ്പോൾ മൊഴി മാറ്റി പറയാൻ തുടങ്ങി. തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ ജിൻസൺ പറഞ്ഞത് മാതാപിതാക്കളുടെ തന്നോടുള്ള കടുത്ത അവഗണനയും ഒറ്റപ്പെടുത്തലും കൊണ്ട് വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന പകയാണ് സ്വന്തം അമ്മയെയും അച്ഛനെയും സഹോദരിയെയും കൊല്ലാനുള്ള കാരണമെന്നാണ്. ഇതെല്ലാം കേതൽ ഒറ്റയ്ക്ക് ചെയ്യുമോ എന്ന് പലകുറി സംശയിച്ചെങ്കിലും ഈ അരുംകൊല ചെയ്യാൻ കേതൽ എത്രയോ കാലമായി തയ്യാറെടുക്കുകയായിരുന്നുവെന്ന് പിന്നീട് പോലീസിന് മനസ്സിലായി. കേസിൽ അറസ്റ്റിലായി ജയിലിലാക്കിയപ്പോൾ കേതൽ മാനസിക അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി. പലപ്പോഴും പേരൂർക്കട മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലായി. മറ്റ് ജയിൽ പുള്ളികളെ ഉപദ്രവിച്ചു തുടങ്ങിയപ്പോൾ കേതലിൻ്റെ ജയിൽവാസം ഏകാന്ത തടവായി മാറി. മാനസിക പ്രശ്നങ്ങൾ കേതലിൻ്റെ ജയിൽ ജീവിതവും ദുരിതത്തിലാഴ്ത്തി. കൊലപാതകം നടന്ന് 7 വർഷം കഴിഞ്ഞു. സാധാരണ പ്രതികളെ കാണാൻ എത്തുന്നത് പോലെ ആരും കേതലിനെ അന്വേഷിക്കാറില്ല. ഇത്രയും കാലത്തിനിടയിൽ അമ്മയുടെ സഹോദരനല്ലാതെ മറ്റാരും കേതലിനെ സന്ദർശിച്ചിട്ടില്ല. ഇടയ്ക്കൊക്കെ കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വക്കീലുമാർ എത്തുമെന്നല്ലാതെ ആരും വന്നില്ല. കേസിൽ വിചാരണ നേരിടാനുള്ള മാനസികാവസ്ഥ പോലും കേതലിന് പലപ്പോഴും ഉണ്ടായിട്ടില്ല. കേതലിൻ്റെ മാതാപിതാക്കളുടെ പേരിൽ വിവിധ ഇടങ്ങളിലായി കോടികളുടെ ആസ്തിയുണ്ട്. തിരുവനന്തപുരത്തും തമിഴ്നാട് അതിർത്തിയിലുമായി ഏക്കർ കണക്കിന് സ്ഥലവും കെട്ടിടവുമുണ്ട്. മാതാപിതാക്കളും സഹോദരിയും കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഈ സ്വത്തുക്കളുടെ ഏക അവകാശി കേതൽ മാത്രമാണ്. ജയിലിൽ കഴിയുന്ന കേതലിനെ കാണാൻ അമ്മയുടെ സഹോദരൻ മാത്രമാണ് എത്താറുള്ളത്. ബാക്കിയുള്ള ബന്ധുക്കളും സ്വന്തക്കാരുമെല്ലാം കൈയൊഴിഞ്ഞെങ്കിലും കേതലിനുള്ള നിയമസഹായങ്ങൾ കൃത്യമായി നടക്കുന്നുമുണ്ട്. അപ്പോൾ ആരോ കേതലിനെ സഹായിക്കാനുണ്ട് എന്നാണ് ഇതുകൊണ്ട് വ്യക്തമാകുന്നത്. മനോരോഗത്തിൻ്റെ പിൻബലമാണ് അവർ തേടുന്നത്. കോടികളുടെ സ്വത്തിൻ്റെ ഏക അവകാശിയെ സംരക്ഷിക്കാൻ ശ്രമം നടക്കുന്നു എന്നതിൻ്റെ തെളിവാണ് വളരെ കൃത്യതയോടെ ഉള്ള ഈ നിയമസഹായം. എന്തായാലും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കൊലയാളിയെ കാത്തിരിക്കുന്ന ശിക്ഷ എന്തെന്നറിയാൻ കേരളം കാതോർക്കുകയാണ്. അധ്യായം അവസാനിപ്പിക്കുന്നതിന് മുന്നേയായി അതിനപ്പുറം 1-2 കാര്യങ്ങൾ കൂടി. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് എങ്ങനെയാണ് പെരുമാറാറുള്ളത്? അവർ വികൃതി കാണിച്ചാൽ അടിക്കാറുണ്ടോ? നിർബന്ധിച്ച് കാര്യങ്ങൾ ചെയ്യിക്കാറുണ്ടോ? പഠിക്ക് എന്ന് പറഞ്ഞ് എപ്പോഴും ശല്യം ചെയ്യാറുണ്ടോ? എങ്കിൽ കേട്ടുള്ളൂ, കുട്ടികളെക്കുറിച്ച് മാതാപിതാക്കൾക്ക് അമിതമായ ഉത്കണ്ഠയുടെ ആവശ്യമില്ല. കുട്ടികളെ ഒരിക്കലും അമിതമായി കുറ്റപ്പെടുത്താതിരിക്കുക, പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച്. നീ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് തുടങ്ങിയ പ്രയോഗങ്ങൾ കുട്ടിയോട് ഒരിക്കലും പറയാതിരിക്കുക. ഓരോ കുട്ടിയും വ്യത്യസ്ത കാര്യങ്ങളിൽ മിടുക്കരായിരിക്കും. അവരുടെ കഴിവ് മനസ്സിലാക്കി കൂടെ നിൽക്കുക. കുട്ടികളുടെ കൂടെ ഇരുന്ന് അവരെ കേൾക്കാൻ ശ്രമിക്കുക. മാതാപിതാക്കളുടെ നിയന്ത്രണത്തിൽ കുട്ടികൾ പ്രായത്തിനനുസരിച്ചുള്ള ഗെയിമുകൾ കളിക്കട്ടെ, അതും പരിമിതമായ സമയം. കുട്ടിയുടെ സ്വഭാവ വളർച്ചയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് അവൻ്റെ വീട്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ നല്ല പെരുമാറ്റ രീതികൾ കുട്ടികൾക്ക് സ്വയം പകർന്നു നൽകി മാതൃക കാണിക്കുക. ബിയോണ്ട് ദ ചാപ്റ്ററിൽ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. Beyond the Chapter.